ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ഡെയിലി ജോബ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട തൊഴിൽ വാർത്തകളും അതുപോലെ തൊഴിൽ താൽക്കാലിക നിയമനങ്ങളുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഡെയിലി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ VRP തസ്തികയിൽ BRP ഉണ്ടായിരുന്നു, VRP ഉണ്ടായിരുന്നു. VRP തസ്തികയിലേക്ക് അപേക്ഷിച്ച വില്ലേജ് റിസോഴ്സ് പേഴ്സൺ അതുപോലെ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഉണ്ടായിരുന്നു. വില്ലേജ് റിസോഴ്സ് പേഴ്സൺ എന്ന തസ്തികയിലേക്ക് അപേക്ഷിച്ചവരുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിരുന്നു. ഇപ്പോൾ ഫൈനൽ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഓരോ ജില്ലയും അതുമായി ബന്ധപ്പെട്ട ഷോർട്ട് ലിസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഓരോ ജില്ലയിൽ ഇപ്പോൾ അപേക്ഷിച്ച ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഷോർട്ട് ലിസ്റ്റ് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഓരോ ജില്ലയിൽ ഉള്ള ആളുകളുടെ പേരും അതുപോലെ അവർക്ക് കിട്ടിയ മാർക്കും പോയിന്റും കൊടുത്തിട്ടുണ്ട്. റാങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഒരുപാടുണ്ടാവും ഇത്തരത്തിലുള്ള ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ട്. അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും അവർക്കും ഉപകാരപ്പെടുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള ന്യൂസുകളും ലിസ്റ്റ് വന്ന ആ കാര്യം ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർക്ക് തീർച്ചയായും ഒന്ന് അയച്ചു കൊടുത്ത് അവർ ആ ലിസ്റ്റിലുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി 125 പോലീസ് കോൺസ്റ്റബിൾ തസ്തികകൾ സൃഷ്ടിച്ച് ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വനത്തിനകത്തും വനാതിർത്തിയിലുമുള്ള ആദിവാസി യുവാക്കളിൽ നിന്നും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി 2ാം ഘട്ട സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നിയമനം നടത്തുന്നതിന് 125 കോൺസ്റ്റബിൾ തസ്തിക സൃഷ്ടിച്ച് ഉത്തരവായിട്ടുണ്ട്. വയനാട് ജില്ലയിൽ നിന്നുള്ളവർക്ക് 85 തസ്തികകളും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, കാളികാവ്, അരീക്കോട്, വണ്ടൂർ ബ്ലോക്കുകളിൽ നിന്നുള്ളവർക്ക് 15ഉം പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി ബ്ലോക്കിൽ നിന്നും 25 തസ്തികകളിലാണ് ഉള്ളത്. വയനാട് ജില്ലയിൽ നിന്നുള്ള തസ്തികകളിലേക്ക് വയനാട് വനാന്തരങ്ങളിലെയും വനാതിർത്തികളിലെയും സെറ്റിൽമെന്റ് കോളനികളിൽ നിന്ന് വസിക്കുന്ന എല്ലാ പട്ടികവർഗക്കാർക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട്. ഇതിൽ പണിയൻ, അടിയൻ, ഊരാളി, പ്രത്യേക ദുർബല ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കാട്ടുനായ്ക്കൻ എന്നിവയ്ക്കും മുൻഗണന. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒഴിവുകളിൽ നിലമ്പൂർ, കാളികാവ്, അരീക്കോട്, വണ്ടൂർ ബ്ലോക്കുകളിലെ വനാന്തരങ്ങളിലെയും വനാതിർത്തികളിലെയും സെറ്റിൽമെന്റ് കോളനികളിൽ വസിക്കുന്ന എല്ലാ പട്ടികവർഗക്കാർക്കും അപേക്ഷിക്കാം. ഇതിൽ പണിയൻ, പ്രത്യേക ദുർബല ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന കാട്ടുനായ്ക്കൻ, ചേലനായ്ക്കൻ എന്നിവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒഴിവുകളിൽ അട്ടപ്പാടി ബ്ലോക്കിലെ വനാന്തരങ്ങളിലെയും വനാതിർത്തികളിലെയും സെറ്റിൽമെന്റ് കോളനികളിൽ വസിക്കുന്ന എല്ലാ പട്ടികവർഗക്കാർക്കും അപേക്ഷിക്കാം. ഇതിൽ പ്രത്യേക ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുറുമ്പൻ വിഭാഗത്തിന് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലൂടെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ആദ്യഘട്ടത്തിൽ പിന്തുടർന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ അനുസരിച്ചും നടപടിക്രമങ്ങൾ അനുസരിച്ചുമായിരിക്കും KPSC വഴി നിയമനം ഉണ്ടായിരിക്കുക എന്നുള്ള ഉത്തരവിൽ പറയുന്നുണ്ട്. ഇപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴിയാണ് 125 പോലീസ് കോൺസ്റ്റബിൾ തസ്തിക ഉണ്ടായിരിക്കുന്നത്. അടുത്തത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം പീലിക്കോട് സ്റ്റേഷനിൽ NCA ഒഴിവുകളിലേക്ക് താൽക്കാലിക തൊഴിലാളികളെ നിയോഗിക്കുന്നതിനുള്ള സെലക്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ആകെയുള്ള 5 ഒഴിവുകളിൽ 3 ഒഴിവുകൾ ലാറ്റിൻ കത്തോലിക്കൻ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനും 2 ഒഴിവുകൾ മുസ്ലിം വിഭാഗത്തിനുമാണ്. 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ പരിഗണിക്കുന്നതല്ല. അപേക്ഷാ ഫോറം ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം പീലിക്കോട് സ്റ്റേഷനിൽ നിന്നും 20 രൂപയ്ക്ക് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭിക്കും. കായികക്ഷമത പരീക്ഷ, തൊഴിൽ വൈദഗ്ധ്യ പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. സെപ്റ്റംബർ 17 വൈകുന്നേരം 5 വരെ അപേക്ഷ സ്വീകരിക്കും. വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബന്ധപ്പെടാവുന്നതാണ്. 0467226063 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇടുക്കി മൂലമുറ്റത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലേക്കും കട്ടപ്പന, ഇളംദേശം, ഇടുക്കി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലേക്കും അപ്രന്റീസ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിനികളെ 10,000 രൂപ സ്റ്റൈപ്പൻഡ് വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കുന്നു. പട്ടികജാതി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ബിരുദവും DCA അല്ലെങ്കിൽ കോപ്പയും മലയാളം കമ്പ്യൂട്ടിങ്ങിൽ അറിവും ആണ് യോഗ്യത. പ്രായം 18-നും 36-നും മധ്യ. ജനനത്തീയതി, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ സെപ്റ്റംബർ 17 ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് മൂലമറ്റം PO എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. അപ്പോൾ ഇത്രയും ജോബ് അപ്ഡേറ്റ്സ് ആണ്.
അപ്പോൾ ഇത്രയും ജോബ് ന്യൂസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ കൊണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.